ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പരമാവധി സംവരണം 50% എന്ന പരിധി എടുത്തുകളയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും രാഹുൽ എടുത്തു പറയുന്നുണ്ട്. ദളിതുകൾ, ഗോത്രവർഗക്കാർ, OBC വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ പറയുന്നു. രാജ്യത്തെ ദളിതുകൾ, ഗോത്രവർഗക്കാർ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം രാജ്യത്തെ ഉയർന്ന കമ്പനികൾ, ആശുപത്രികൾ, കോളേജ്, സ്കൂളുകൾ, കോടതികൾ തുടങ്ങിയവയിലൊന്നുമില്ല. ഇത് ഇന്ത്യക്ക് മുന്നിൽ ഉള്ള വലിയ ചോദ്യമാണ്. ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക എന്നതാണെന്നും രാഹുൽ എടുത്തു പറഞ്ഞു. ദളിതുകൾ, ഗോത്രവർഗക്കാർ, OBC വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കും. സാമൂഹിക സാമ്പത്തിക അനീതി ഒഴിവാക്കും. ജാതി സെൻസസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എതിർക്കുന്നത്. മോദി പതിവായി താൻ OBC വിഭാഗക്കാരനാണ് എന്നാണ് പറഞ്ഞിരുന്നത്. രാജ്യത്തെ പൊതുമേഖലാ രംഗത്തെ കേന്ദ്ര സർക്കാർ കൊല്ലുകയാണ്. അവ സ്വകാര്യവൽക്കരിച്ച് അദാനിക്ക് കൈമാറുകയാണ്. ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കും. സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലേറിയവർക്ക് ആരാധനാലയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന പ്രവണതയുണ്ടായി. എന്നിരുന്നാലും കഴിഞ്ഞ 10 വർഷമായി സ്ഥിതി മാറിയെന്നും BJPയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നയം വികസനവും പൈതൃക സംരക്ഷണവുമാണെന്ന് മോദി പറയുന്നുവെന്നും രാഹുൽ തുറന്നടിച്ചു. ഏതായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന വമ്പൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് പ്രഖ്യാപനങ്ങൾ ഏറെയും. ജോഡോ യാത്രയാണ് രാഹുലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇത് ജനങ്ങൾ ഏറ്റെടുത്താൽ ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേസമയം കഴിഞ്ഞ ദിവസം ഝാർഖണ്ഡിൽ സൈക്കിളിൽ കൽക്കരിയുമായി പോകുന്ന യുവാക്കളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് എത്തിയിരുന്നു. സൈക്കിളിൽ 200 കിലോ കൽക്കരിയുമായി ദിവസേന 30-40 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ യുവാക്കളുടെ വരുമാനം നാമമാത്രമാണെന്നാണ് രാഹുൽ പറയുന്നത്. അവരോടൊപ്പം നടക്കാതെ, അവരുടെ ഭാരം അനുഭവിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ യുവ തൊഴിലാളികളുടെ ജീവിതം മന്ദഗതിയിലായാൽ ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന ചക്രവും നിലയ്ക്കുമെന്നും എക്സിൽ രാഹുൽ ഗാന്ധി കുറിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടയിലാണ് രാഹുൽ യുവാക്കളോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. നിരവധി പേരാണ് ചിത്രം ഷെയർ ചെയ്തത്. ഗ്രാമീണരുമായി ഇടപഴകിയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക എന്നതാണ് രാഹുലിന്റെ ലക്ഷ്യം.